وَإِذْ فَرَقْنَا بِكُمُ الْبَحْرَ فَأَنْجَيْنَاكُمْ وَأَغْرَقْنَا آلَ فِرْعَوْنَ وَأَنْتُمْ تَنْظُرُونَ. സൂറത്തുൽ ബഖറയിലെ 50-ാമത്തെ ആയത്താണ് ഇപ്പോൾ ഓതി കേൾപ്പിച്ചത്. ഈ ആയത്ത് പാരായണം ചെയ്യുമ്പോൾ ചില നിയമങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുന്നു. ഒന്നാമതായി ഫറഖുന എന്ന പദത്തിലെ ഖാഫിന് സുക്കൂനാണുള്ളത്. അവിടെ ഖൽഖലയാണ് നിയമം. ഫറഖ്ന വായിച്ചാൽ പോരാ, ഫറഖ്ന എന്ന് തന്നെ വായിക്കണം. അൽ ഖൽഖല എന്നാണ് ഈ നിയമത്തിന്റെ പേര്. ഫഅൻജൈനാക്കും അവിടെ മണിക്കേണ്ടതാണ്. സുക്കൂനുള്ള നൂനിന് ശേഷം ജീമ് വന്നു. ജീമ് ഇഖ്ഫാഇന്റെ അക്ഷരങ്ങളിൽപ്പെട്ടതാണ്. സുക്കൂനുള്ള നൂനിന്റെ ശബ്ദം അവ്യക്തമാക്കി മണിച്ചുകൊണ്ട് ഓതേണ്ടതാണ്. വഅഗ്റഖ്നാ ആല ഫിർഔൻ. വഅഗ്റഖ്ന എന്ന പദത്തിലെ ഗൈനിന് തഫ്ഖീം കൊടുക്കേണ്ടതാണ്, കനപ്പിക്കേണ്ടതാണ്. അതിനുശേഷം ദീർഘം വരുന്നുണ്ട്. അൽ മദ്ദുൽ മുൻഫസിൽ എന്നാണ് ദീർഘത്തിന്റെ പേര്. വഅൻതും തൻദുറൂൻ ഇരു പദങ്ങളിലും ഇഖ്ഫാ ചെയ്യേണ്ടതാണ്. സുക്കൂനുള്ള നൂനിന് ശേഷം താ വന്നു, ളാ വന്നു. താഉം ളാഉം അൽ ഇഖ്ഫാഉൽ ഹഖീഖിയുടെ അക്ഷരങ്ങളിൽപ്പെട്ടതാണ്. ഒന്നുകൂടി നമുക്ക് ഈ ആയത്ത് പൂർണ്ണമായും കേൾക്കാം. وَإِذْ فَرَقْنَا بِكُمُ الْبَحْرَ فَأَنْجَيْنَاكُمْ وَأَغْرَقْنَا آلَ فِرْعَوْنَ وَأَنْتُمْ تَنْظُرُونَ. السلام عليكم ورحمة الله وبركاته. بسم الله الحمد لله والصلاة والسلام على رسول الله. رب اشرح لي صدري ويسر لي أمري വഹുലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. സഹോദരങ്ങളെ, കഴിഞ്ഞ ക്ലാസ്സിൽ, അതായത് സൂറത്തുൽ ബഖറയുടെ 50-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്രായേൽ സന്തതികളെ ഫിർഔന്റെ കയ്യിൽ നിന്നും കടൽ പുലർത്തിക്കൊണ്ട് രക്ഷപ്പെടുത്തിയ കാര്യം നമ്മൾ ചർച്ച ചെയ്തു. ഇതല്പം ശ്രദ്ധ കൊടുത്ത് പഠിക്കേണ്ട ഒരു കാര്യമാണ് എന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിച്ചു. അവിടെ പറഞ്ഞതുപോലെ ഇന്ന് ഇൻഷാ അല്ലാഹ് ആ ചരിത്ര പശ്ചാത്തലമാണ് വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നിന്നുകൊണ്ട് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. സഹോദരങ്ങളെ, മുമ്പ് ഒരു ക്ലാസ്സിൽ സൂചിപ്പിച്ചു, ഈജിപ്തിലെ ഭരണവംശമായ ഫറോവ രാജകുടുംബം അവർ അവിടുത്തെ ഭരണാധികാരികൾക്ക് ദിവ്യത്വം ചാർത്തിക്കൊടുത്തിരുന്നു എന്നും അതുകൊണ്ട് തന്നെ ദൈവത്തിന്റെ പ്രതിപുരുഷനായ ഫറോവക്ക് അടിമകളായിട്ടാണ് ഈജിപ്തിൽ അവിടുത്തെ നാട്ടുകാരായ കിബ്തികൾ ജീവിച്ചിരുന്നത് എന്ന് നമ്മൾ മുമ്പൊരു ക്ലാസ്സിൽ സംസാരിക്കുകയുണ്ടായി. അവിടെ ഒരു ന്യൂനപക്ഷമായി കഴിഞ്ഞിരുന്ന, ലോകത്ത് വളരെ പ്രശസ്തി നേടിയ മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിയുടെ സന്തതികളിൽപ്പെട്ട യാക്കൂബ് നബി അലൈഹിസ്സലാമിയുടെ, അതായത് ബനു ഇസ്രായേൽ കുടുംബത്തിലാണ് മഹാനായ മൂസാ നബി അലൈഹിസ്സലാം ജനിക്കുന്നത്. തന്റെ അധികാരത്തിന് കോട്ടം തട്ടുമെന്ന ഭയം കൊണ്ട് ഇസ്രായേൽ സന്തതികളിൽപ്പെട്ട പുരുഷന്മാരെ അറുകൊല ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് മൂസാ നബി അലൈഹിസ്സലാം ജനിക്കുന്നത്. ഈ വിഷയത്തെക്കുറിച്ച് നമ്മൾ സൂറത്തുൽ ബഖറയുടെ 49-ാമത്തെ ആയത്തിൽ ചർച്ച ചെയ്തതാണ്. ഈ രൂപത്തിൽ ഇസ്രായേലിൽ ജനിക്കുന്ന ആൺകുട്ടികളെ കൊലപ്പെടുത്തുന്ന സമയത്ത്, വലിയ ഒരു ഭീകര അന്തരീക്ഷം നിലനിൽക്കുന്ന സമയത്ത് മൂസാ നബി അലൈഹിസ്സലാമിയുടെ മാതാവ് വളരെ ഭയപ്പെടുകയാണ്. ഈ ഭയം സ്വാഭാവികമാണ്. എങ്ങനെയാണ് താൻ പ്രസവിച്ച ഈ ആൺകുഞ്ഞിനെ രക്ഷപ്പെടുത്തുക എന്ന് ചിന്തിക്കുന്ന മാതാവ് ആ സമയത്താണ് സഹോദരങ്ങളെ അവരെ സമാധാനപ്പെടുത്തിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ബോധനം നൽകുന്നത്. സൂറത്തു ഖസസിലെ 7-ാമത്തെ ആയത്തിൽ കാണാം, മൂസായുടെ മാതാവിന് നാം ബോധനം നൽകി, അവന് നീ മുല കൊടുത്തുകൊള്ളുക, ഇനി അവന്റെ കാര്യത്തിൽ നിനക്ക് ഭയം തോന്നുകയാണ് എങ്കിൽ അവനെ നീ നദിയിലിട്ടേക്കുക, നീ ഭയപ്പെടുകയും ദുഃഖിക്കുകയും വേണ്ട, തീർച്ചയായും അവനെ നാം നിന്റെ അടുത്തേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതും അവനെ ദൈവദൂതന്മാരിൽ ഒരാളാക്കുന്നതുമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ മൂസാ നബി അലൈഹി സ്വലാമിയുടെ മാതാവിന് ബോധനം നൽകുകയാണ്. അങ്ങനെ അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹത്താൽ മൂസാ നബി അലൈഹി സ്വലാം അവരുടെയെല്ലാം ശത്രുവായ ഫിർഔന്റെ വീട്ടിലേക്ക് എത്തിപ്പെടുകയാണ്. എങ്ങനെയാണ് എത്തിയത്?
അള്ളാഹുവിന്റെ നിർദ്ദേശപ്രകാരം കുട്ടിയെ മൂസാ നബി അലൈഹി സ്വലാമിയുടെ ഉമ്മ ഒരു പെട്ടിയിലാക്കുകയും എന്നിട്ട് ആ കുട്ടിയെ നദിയിലിടുകയും ചെയ്യുകയാണ്. ആ പെട്ടിയിൽ നിന്നും കുട്ടിയെ രക്ഷപ്പെടുത്തിയ ഫിറഔന്റെ ഭാര്യയായ ആസിയയുടെ തോഴികളായിരുന്നു അവർ. ആ കുട്ടിയെ ഫിറഔന്റെ സമ്മതപ്രകാരം ആ കൊട്ടാരത്തിൽ വളർത്തുകയും ആ കുട്ടിക്ക് മുല കൊടുക്കുന്നതിന് വേണ്ടി അവസാനം മൂസാ നബി അലൈഹി സ്വലാമിയുടെ ഉമ്മ തന്നെ ആ സേവനം ചെയ്തതായി ചരിത്രം പറയുന്നത് നമുക്ക് കാണാം. ആ ഉമ്മയെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, അവളുടെ മനസ്സിനെ നാം ഉറപ്പിച്ചു നിർത്തിയില്ലായിരുന്നുവെങ്കിൽ അവന്റെ കാര്യം അവൾ വെളിപ്പെടുത്തുമായിരുന്നു എന്നാണ് സൂറത്ത് ഖസസിലെ 10-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ഈ ചരിത്രത്തിൽ നമുക്ക് വലിയ പാഠമുണ്ട് സഹോദരങ്ങളെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ച പ്രകൃതി രഹസ്യങ്ങളിലും അള്ളാഹുവിന്റെ പ്രപഞ്ച ഭരണതന്ത്രത്തിലും അതുപോലെ തന്നെ ലോകത്തിന്റെ ഗതിമാറ്റങ്ങളുടെ അടിയൊഴുക്കുകളിലും അള്ളാഹുവിന് ചില ഉദ്ദേശങ്ങളുണ്ട്. എത്ര അക്രമികളായ ഭരണാധികാരികളായാലും അള്ളാഹു അവരുടെയൊക്കെ ഏത് പ്രവർത്തനങ്ങളായാലും അള്ളാഹു നിശ്ചയിച്ച ചില യുക്തികൾ ഉണ്ടായിരിക്കുമെന്നാണ് സഹോദരങ്ങളെ വിശ്വാസികളായ നമ്മൾ തിരിച്ചറിയേണ്ടത്. ഇസ്രായേൽ സന്തതികളുടെ ശത്രുവായ ഫറോവയുടെ കൊട്ടാരത്തിൽ വളർത്തിയെടുത്ത മൂസാ നബി അലൈഹി സ്വലാമിയാണ് പിന്നീട് ഈജിപ്തിലെ മർദ്ദിതരുടെ വിമോചകനായും ജനങ്ങളെ ശിർക്കിന്റെ അന്ധകാരത്തിൽ നിന്ന് തൗഹീദിന്റെ പ്രകാശത്തിലേക്ക് ക്ഷണിക്കുന്ന പ്രവാചകനായും അല്ലാഹു സുബ്ഹാനഹു വ തആല നിയോഗിക്കുന്നത്. ഈ വസ്തുത നമ്മൾ എപ്പോഴും ഓർക്കേണ്ട ഒരു വിഷയമാണ്. ഈജിപ്തിലെ ജനതയെ തൗഹീദിലേക്ക് ക്ഷണിക്കുന്നതോടൊപ്പം മർദ്ദിതരായ ഇസ്രായേലിയരെ അതിൽ നിന്ന് മോചിപ്പിക്കാനായി അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകം ആസൂത്രണത്തോടെ വളർത്തിയെടുത്തതാണ് മൂസാ നബി അലൈഹി സ്വലാമിയെ അങ്ങനെ പ്രവാചകനാക്കിയത്. ഇതിനിടയിൽ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നടക്കുന്ന സംഭവ ബഹുലമായ ചരിത്ര പാഠങ്ങളുണ്ട്. അതെല്ലാം ഇൻഷാ അല്ലാഹ് ഖുർആൻ വിവരിക്കുന്നതാണ്. നമുക്ക് അതാത് സന്ദർഭങ്ങളിൽ വിശദമായി പഠിക്കാവുന്നതാണ്. ഏതായാലും പറഞ്ഞു വന്നത് മൂസാ നബി അലൈഹി സ്വലാമിയെ അള്ളാഹു പ്രവാചകനാക്കിയ കാര്യമാണ്. അദ്ദേഹത്തിന് പ്രവാചകത്വം ലഭിച്ച ശേഷം ഈജിപ്തിലെ ഫറോവയുടെ അടുക്കൽ പോയി അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് ക്ഷണിക്കേണ്ടത് എങ്ങനെയാണ് എന്ന് പരിശുദ്ധ ഖുർആൻ അദ്ദേഹത്തോട് പറഞ്ഞു കൊടുക്കുകയാണ്. ഇദ്ഹബ് അൻത വ അഖൂക ബിആയാതി വലാ തനിയാ ഫീ ദിക്രി. എന്റെ ദൃഷ്ടാന്തങ്ങളുമായി നീയും നിന്റെ സഹോദരനും പോയിക്കൊള്ളുക, എന്നെ സ്മരിക്കുന്നതിൽ നിങ്ങൾ അമാന്തിക്കരുത്. ഇദ്ഹബ ഇലാ ഫിർഔന ഇന്നഹു തഗാ. നിങ്ങൾ രണ്ടുപേരും ഫിർഔന്റെ അടുത്തേക്ക് പോവുക, തീർച്ചയായും അവൻ അതിക്രമകാരിയായിരിക്കുന്നു. ഫഖൂലാ ലഹു ഖൗലൻ ലയ്യിന. എന്നിട്ട് നിങ്ങൾ അവനോട് സൗമ്യമായ വാക്ക് പറയുക. ലഅല്ലഹു യതദക്കറു ഔ യഖ്ശാ. അവൻ ഒരു വേള ചിന്തിച്ച് മനസ്സിലാക്കിയേക്കാം, അല്ലെങ്കിൽ ഭയപ്പെട്ടു എന്ന് വരാമെന്ന് സൂറത്ത് ത്വാഹയിലെ 42 മുതൽ 44 വരെ ആയത്തുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. പക്ഷെ സഹോദരങ്ങളെ, സത്യത്തിന്റെ ശബ്ദം കേൾക്കുമ്പോൾ അത് നിരസിക്കുകയും പൊതുവിൽ ആ മാർഗം എന്നും ഭയപ്പെടുന്നവരുമാണ് സ്വേച്ഛാധിപതികളായ ഭരണാധികാരികൾ എന്ന് നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയും. അതേ സംഗതിയാണ് ഇവിടെയും സംഭവിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസാ നബി അലൈഹി സ്വലാമിയെ കുറിച്ച് സൂറത്തുൽ ഇസ്രായിലെ 101-ാമത്തെ ആയത്തിൽ പറഞ്ഞത്, തീർച്ചയായും മൂസാക്ക് നാം പ്രത്യക്ഷമായ 9 ദൃഷ്ടാന്തങ്ങൾ നൽകുകയുണ്ടായി. അദ്ദേഹം അവരുടെ അടുത്ത് ചെല്ലുകയും, മൂസ, തീർച്ചയായും നിന്നെ ഞാൻ മാരണം ബാധിച്ച ഒരാളായിട്ടാണ് കരുതുന്നത് എന്ന് ഫിർഔൻ അദ്ദേഹത്തോട് പറയുകയും ചെയ്ത സന്ദർഭത്തെ പറ്റി ഇസ്രായേൽ സന്തതികളോട് നീ ചോദിച്ചു നോക്കുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് ക്ഷണിക്കുന്നതിന് വേണ്ടി താൻ ഒരു പ്രവാചകനാണ് എന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കുന്ന വ്യക്തമായ 9 ദൃഷ്ടാന്തങ്ങളാണ് മൂസാ നബി അലൈഹിസ്സലാം ഫിർഔനും കൂട്ടർക്കും അള്ളാഹുവിന്റെ അനുമതിയോടുകൂടി കാണിച്ചു കൊടുത്തത്. അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയ ഈ 9 ദൃഷ്ടാന്തങ്ങൾ, അതിൽ പ്രധാനപ്പെട്ട 2 ഒന്ന് നിലത്തിട്ടാൽ വലിയ പാമ്പായി മാറുന്ന ഒരു വടിയാണ്. മറ്റേത് തന്റെ കുപ്പായമാരിൽ കൈ കടത്തി പുറത്തെടുത്തു കഴിഞ്ഞാൽ ആ കൈ വെള്ളയായി അള്ളാഹു സുബ്ഹാനഹു വ തആല കാണിച്ചു കൊടുക്കും. ഫിർഔന്റെ ആളുകളുടെ വരൾച്ചയുടെ കൊല്ലങ്ങൾ കൊണ്ടും അതുപോലെ തന്നെ പഴവർഗ്ഗങ്ങളുടെ കുറവ് കൊണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല പിടികൂടി എന്നതാണ് പരിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയ വേറെ 2 ദൃഷ്ടാന്തങ്ങൾ. അതിനു പുറമെ ബാക്കിയുള്ള 5 ദൃഷ്ടാന്തങ്ങൾ അത് വെള്ളപ്പൊക്കം, വെട്ടുകിളി, പേന്, തവളകൾ, രക്തം എന്നിവയാണ് എന്ന് നമുക്ക് ഖുർആനിൽ കാണാൻ കഴിയും. ഇതൊക്കെ പരിശുദ്ധ ഖുർആൻ പേരെടുത്ത് പറഞ്ഞ മൂസാ നബി അലൈഹി സ്വലാമിയിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല കാണിച്ചു കൊടുത്ത ദൃഷ്ടാന്തങ്ങളാണ്. അതൊക്കെ നേരത്തെ സൂചിപ്പിച്ച പോലെ അതൊക്കെ ഇൻഷാ അല്ലാഹ് ഖുർആൻ പറഞ്ഞ രൂപത്തിൽ അതാത് സന്ദർഭങ്ങളിൽ നമുക്ക് വിശദമായി ചർച്ച ചെയ്യാം. അള്ളാഹുവിൽ നിന്ന് ഈ രൂപത്തിലുള്ള പരീക്ഷണങ്ങൾ നേരിടേണ്ടി വന്നിട്ട് അതിൽ നിന്ന് താൽക്കാലികമായി രക്ഷപ്പെടാൻ വേണ്ടി
അവർ മൂസാ നബി അലൈഹിസ്സലാമിയോട് പറയും, താങ്കളൊന്ന് അള്ളാഹുവോട് പ്രാർത്ഥിക്കണമെന്ന്. അങ്ങനെ മൂസാ നബി അലൈഹിസ്സലാം അള്ളാഹുവോട് പ്രാർത്ഥിക്കുകയും റഹ്മാനായ റബ്ബ് അത് സ്വീകരിക്കുകയും ചെയ്യും. പക്ഷേ അവർ പഴയ രൂപത്തിലായി കഴിഞ്ഞാൽ വീണ്ടും അള്ളാഹുവിനോട് ധിക്കാരം കാണിക്കുന്ന ഒരു സ്വഭാവമാണ് സഹോദരങ്ങളെ ആ കിബിത്തി വർഗം ചെയ്തിട്ടുള്ളത്. ഈ സ്വഭാവത്തെക്കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, ശിക്ഷ അവരുടെ മേൽ വന്നു ഭവിച്ചപ്പോൾ അവർ പറഞ്ഞു, ഹേ മൂസ, നിന്റെ രക്ഷിതാവ് നിന്നോട് ചെയ്തിട്ടുള്ള കരാർ മുൻനിർത്തി ഞങ്ങൾക്ക് വേണ്ടി അവനോട് നീ പ്രാർത്ഥിക്കണം. ഞങ്ങളിൽ നിന്ന് ഈ ശിക്ഷ അകറ്റിത്തരുന്ന പക്ഷം ഞങ്ങൾ നിന്നെ വിശ്വസിക്കുകയും ഇസ്രായേൽ സന്തതികളെ നിന്റെ കൂടെ ഞങ്ങൾ അയച്ചു തരികയും ചെയ്യുന്നതാണ്. എന്നാൽ അവർ എത്തേണ്ടതായ ഒരു അവധി വരെ നാം അവരിൽ നിന്ന് ശിക്ഷ അകറ്റിക്കൊടുത്തപ്പോൾ അവരത് വാക്ക് ലംഘിക്കുന്നു എന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ കുറിച്ച് സൂറത്ത് അഹ്റാഫിലെ 134-ാമത്തെയും 135-ാമത്തെയും ആയത്തിലൂടെ പറയുന്നത്. സഹോദരങ്ങളെ, ഈ രൂപത്തിൽ പല തവണ വിശ്വസിക്കാമെന്ന് വാഗ്ദാനം നൽകിയിട്ട് പിന്നീട് അത് ലംഘിക്കുകയാണ് ഈ ദുഷ്ടനായ ഫിർഔനും അയാളുടെ അനുയായികളും ചെയ്തത്. ഇവരുടെ ഈ ഒരു അഹങ്കാരത്തിനും ധിക്കാരത്തിനും ഒരു വിധത്തിലും ഇനി ഒരു മാറ്റമുണ്ടാകാൻ പോകുന്നില്ല എന്ന സ്ഥിതി വന്നപ്പോഴാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ വെള്ളത്തിൽ മുക്കി നശിപ്പിച്ചത്. ആ കാര്യമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ബഖറയുടെ 50-ാമത്തെ ആയത്തിലൂടെ നമ്മെ അറിയിക്കുന്നത്. വഇദ് ഫറഖനാ ബികുമുൽ ബഹറ ഫഅൻജൈനാകും, നിങ്ങൾ നിമിത്തം സമുദ്രത്തെ നാം പിളർത്തിയ സന്ദർഭം, അങ്ങനെ നിങ്ങളെ നാം രക്ഷപ്പെടുത്തി. വഅഗ്റഖനാ ആല ഫിർഔന വഅൻതും തൻദുറൂൻ, ഫിർഔന്റെ കൂട്ടരെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കെ നാം മുക്കിക്കൊല്ലുകയും ചെയ്തു എന്ന്. മൂസാ നബി അലൈഹിസ്സലാം തന്റെ വടി കൊണ്ട് സമുദ്രത്തിൽ അടിച്ചപ്പോൾ ആ കടൽ പിളർന്നുവെന്നും അവർക്ക് നടന്നു പോകാൻ സാധിക്കുന്ന രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ കടൽ അവർക്ക് പിളർത്തി കൊടുത്തു എന്നും കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച വിഷയമാണ്. ഇബ്നു കസീർ റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ അൽ ബിദായ വൻ നിഹായ എന്ന ചരിത്രഗ്രന്ഥത്തിൽ പറയുകയാണ്, അള്ളാഹു അവർക്ക് കടൽ പിളർത്തിക്കൊണ്ട് 12 വഴികളാണ് സൗകര്യം ചെയ്തു കൊടുത്തത്. അതിലൂടെ അവരിലെ ഓരോ ഗോത്രങ്ങളും ആ കടൽ കടന്ന് രക്ഷപ്പെട്ടു എന്നാണ്. മൂസാ നബി അലൈഹി ഇസ്ലാമയും അനുയായികളും ആ കടൽ മുറിച്ച് കടന്നപ്പോൾ അവിടേക്കെത്തിയ ഫിർഔൻ അവർ നടന്നുപോയ വഴികൾ നോക്കിക്കാണുകയും ആ ദുഷ്ടൻ അത് കണ്ടിട്ട് ഭയപ്പെടുകയും ചെയ്തു എന്നാണ് ചരിത്രം പഠിപ്പിക്കുന്നത്. അന്നേരം ഫിർഔന് മനസ്സിലായി ഈ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തത് അത് മൂസാ നബി അലൈഹി ഇസ്ലാമിയുടെ റബ്ബാണ് എന്ന് ഫിർഔന് മനസ്സിലായി. മാത്രമല്ല ആ കടലിലൂടെ അവരെ പിന്തുടരാൻ ഫിർഔൻ ആ സമയം ഉദ്ദേശിച്ചിട്ടില്ലായിരുന്നു സഹോദരങ്ങളെ. പക്ഷേ തന്റെ ആ പേടി മറച്ചു വെച്ചുകൊണ്ട് ഫിർഔൻ തന്റെ പുറകിൽ വന്ന സൈന്യത്തിനോട് പറഞ്ഞു കൊടുക്കുകയാണ്, കണ്ടോ എങ്ങനെയാണ് ഈ കടൽ എനിക്ക് വേണ്ടി പിളർന്നത് എന്ന് നിങ്ങൾ കണ്ടില്ലേ, എന്നിൽ നിന്ന് ഒളിച്ചോടുന്ന ഇവരെ പിടികൂടുന്നതിന് വേണ്ടിയാണ് ഈ കടൽ പിളർന്നത് എന്ന് ഫിർഔൻ പറഞ്ഞു കൊടുക്കുകയാണ്. ആ സമയം ആ കടലിലേക്ക് പ്രവേശിക്കാൻ പേടിച്ചു നിന്ന ഫിർഔന്റെ മുമ്പിലൂടെ ജിബ്രീൽ അലൈഹിസ്സലാം ഒരു കുതിരപ്പടയാളിയുടെ വേഷത്തിൽ ഒരു കുതിരപ്പുറത്ത് കുതിരയുടെ ശബ്ദം പുറപ്പെടുവിച്ചുകൊണ്ട് ആ കടലിൽ അവർക്ക് മുമ്പിൽ പ്രകടമായ ആ വഴിയിലൂടെ സഞ്ചരിക്കുകയാണ്. അത് കണ്ട ഉടനെ ഫിർഔന്റെ കുതിരയും ഫിർഔനെ വഹിച്ചുകൊണ്ട് ജിബ്രീൽ അലൈഹിസ്സലാമിയുടെ കുതിരയെ പിന്തുടർന്നു. ഫിർഔൻ കടലിലേക്ക് അവരെ പിന്തുടർന്നു പോവുകയാണ് എന്ന ധാരണയിൽ ഫിർഔൻ മുമ്പ് പറഞ്ഞ വീമ്പ് പറച്ചിൽ അത് സത്യമാണ് എന്ന് കരുതി ഫിർഔന്റെ സൈന്യവും ആ കടലിലേക്ക് പ്രവേശിച്ചു എന്നാണ്. എല്ലാവരും ആ കടലിൽ പ്രവേശിച്ചു കഴിഞ്ഞപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പിളർന്നു നിൽക്കുന്ന കടൽ വെള്ളത്തെ പഴയതുപോലെ ആക്കുകയും ഫിർഔനും കൂട്ടരും അന്നേരം അതിൽ മുങ്ങുകയും ചെയ്തു എന്നാണ്. ആ സമയം ഫിർഔൻ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു, ഇസ്രായേൽ സന്തതികൾ വിശ്വസിച്ച ദൈവമല്ലാതെ വേറൊരു ആരാധനമില്ല എന്ന് ഞാനിതാ വിശ്വസിക്കുന്നു എന്ന് ആ സമയം ഫിർഔൻ വിളിച്ചു പറയുകയാണ്. കടലിൽ മുങ്ങിപ്പോകുന്ന സമയത്ത് ഫിർഔൻ പറഞ്ഞതായി അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്ത ഒരു ഹദീസിൽ കാണാം സഹോദരങ്ങളെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, ആ സമയം ഫിർഔൻ പറഞ്ഞിരുന്നു, ആമൻതു അന്നഹു ലാ ഇലാഹ ഇല്ലല്ലദീ ആമനത് ബിഹി ബനു ഇസ്രായീൽ, ഇസ്രായേൽ സന്തതികൾ ഏതൊരു ദൈവത്തിൽ വിശ്വസിച്ചിരിക്കുന്നുവോ അവനല്ലാതെ യാതൊരു ദൈവവുമില്ല എന്ന് ഞാനിതാ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഫിർഔൻ പറഞ്ഞു എന്നാണ്. ജിബ്രീൽ അലൈഹി ഇസ്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, അള്ളാഹുവിന്റെ കാരുണ്യം കൊണ്ട് അവൻ രക്ഷപ്പെടുമോ എന്ന് ഭയന്ന് ഞാൻ കടലിൽ നിന്ന് ചളിയെടുത്ത് ഫിർഔന്റെ വായയിൽ തിരുകി കയറ്റിയത് താങ്കൾ കണ്ടിരുന്നുവെങ്കിൽ എന്ന് ജിബ്രീൽ അലൈഹി ഇസ്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞതായി ഇമാം അഹ്മദും തിർമിദിയും ഒക്കെ റിപ്പോർട്ട് ചെയ്ത ഹദീസ് ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും.
ഇനി ഇബ്നു കസീർ റഹിമഹുള്ള തന്റെ അൽ ബിദായ വൻ നിഹായയിൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള ഒരു റിപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. അവിടെ കാണാം മൂസാ നബി അലൈഹി ഇസ്ലാമിയോടൊപ്പം രക്ഷപ്പെട്ട ചില ഇസ്രായേൽ സന്തതികളിൽപ്പെട്ട ആളുകൾക്ക് ഫിർഔൻ മരിച്ചു എന്ന വിഷയത്തിൽ ഒരു ദൃഢത കിട്ടിയിട്ടില്ല. അവർ ആ കാര്യത്തിൽ ചില സംശയങ്ങൾ വെച്ച് പുലർത്തുകയാണ്. ഫിർഔൻ ഒരിക്കലും മരിക്കുകയില്ല എന്ന് വരെ പറയാൻ ചില ആളുകൾ ധൈര്യപ്പെട്ടു എന്നാണ്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല കടലിനോട് അയാളുടെ ശരീരം തിരമാലകൾക്കു മീതെ ഉയർത്തിക്കൊണ്ടുവരുവാൻ കൽപ്പിക്കുകയും ഫിർഔൻ തിരിച്ചറിഞ്ഞിരുന്ന അയാളുടെ പടച്ചട്ട ഉൾപ്പെടെയുള്ള ശരീരം കടലിൽ ഉയർത്തപ്പെട്ടു എന്നാണ് സഹോദരങ്ങളെ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, അതിനെക്കുറിച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് സൂറത്ത് യൂനസിലെ 92-ാമത്തെ ആയത്തിൽ, നിന്റെ പുറകെ വരുന്നവർക്ക് നീ ഒരു ദൃഷ്ടാന്തമായിരിക്കേണ്ടതിനു വേണ്ടി ഇന്ന് നിന്റെ ശരീരത്തെ നാം രക്ഷപ്പെടുത്തിയെടുക്കുന്നതാണ് എന്ന്. ഇതാണ് സഹോദരങ്ങളെ സൂറത്തുൽ ബഖറയിലെ 50-ാമത്തെ ആയത്തിന് പണ്ഡിതന്മാർ നൽകിയ വ്യാഖ്യാനം. ഇനി നമുക്ക് ഈ ആയത്ത് തജ്വീദോടുകൂടി എങ്ങനെ പാരായണം ചെയ്യാമെന്നാണ് പഠിക്കാനുള്ളത്. അതിനായി ഷേഖ് യാസിർ ബിൻ ഹംസ ഹഫിളഹുല്ലാ അദ്ദേഹം നമുക്ക് അയച്ചു തന്ന ഖുർആൻ പാരായണത്തിന്റെ ആ ക്ലിപ്പ് ഇവിടെ പേസ്റ്റ് ചെയ്യുന്നു. എല്ലാവരും അത് കേൾക്കുകയും പഠിക്കുകയും ചെയ്യണമെന്ന് ഉണർത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ.